എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കടുകുമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വ്യവസായ സ്ഥാപനത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് ഇതിന് തുടക്കത്തിൽ പറയാൻ തോന്നിയ ഒരു കാര്യം ഇതാണ്. നമ്മൾ മിക്കവാറും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും അവിടുത്തെ ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുപോലൊന്നും നാട്ടിൽ ആര് ചെയ്തു തരും, ഇത്രയ്ക്കും കൃത്യമായിട്ട് ഓരോ ഡിസൈനിലും അതിൻ്റേതായിട്ടുള്ള വ്യക്തതയും കൃത്യതയോടുകൂടിയൊക്കെ ആര് ചെയ്തു തരുമെന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇവരോട് പരിചയപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങളുടെ അന്വേഷണത്തിന് ഇവിടെ ഒരു ഉത്തരമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അന്നും ഇന്നും എന്നും കേരളത്തിൽ നിന്നും പ്രവാസികളായിട്ട് ജോലി അന്വേഷിച്ച് വിദേശ നാടുകളിലേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു യുവാവ് ഈ നാട്ടിൽ നിന്നും ജോലി അന്വേഷിച്ച് ദുബായിലേക്ക് എത്തി. അവിടെ ചെന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം ഒരു കൺസെപ്റ്റുമായിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ഒരു വളരെ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ന് ഈ കാണുന്ന വലിയൊരു സംഭവമായിട്ട് അദ്ദേഹത്തിനെ വളർത്തിയെടുത്തു. അദ്ദേഹത്തെയാണ് നമ്മുടെ ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സക്കറിയ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറേ, ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ചുകൂടെ ദീർഘിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ വന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നറിയാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലൂടെ ഒരാളിങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ആദ്യം ആരാണെന്ന് നമുക്കവിടെ മനസ്സിലായില്ല. പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഈ സക്കറിയ സാറാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. ഒരുപാട് പ്രായമുള്ളൊരു മനുഷ്യനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത്. വളരെ സിമ്പിളായിട്ടൊരു യുവാവ്, മീശ പോലും മുളച്ചിട്ടില്ല എന്ന് തോന്നുന്ന പ്രായത്തിൽ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളാനും അതിന് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാനൊക്കെ സാധിച്ചു? ഒന്ന് പറയാമോ ഈ കമ്പനിയുടെ ആരംഭത്തെക്കുറിച്ച്? നാട്ടിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഈ സംരംഭം പുറത്ത് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദുബായിൽ എത്തുന്നത്. പക്ഷേ ടെക്നോളജി ഒരുപാട് നമ്മുടെ നാട്ടിലേക്കാൾ ഉപരി അവിടെ വളർന്നെന്നും അതേപോലെ തന്നെ അതെന്തുകൊണ്ടും നമുക്ക് നാട്ടിൽ ചെയ്തുവിടാന്നുള്ളൊരു ആലോചന വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത്. ഇവിടെ വന്നു ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അന്ന് CNC മെഷീൻ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയി. അതിനുശേഷം ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും നമ്മൾ പുതിയ പുതിയ സോഫ്റ്റ്വെയറുകളും പുതിയ പുതിയ ടെക്നോളജികളും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് സക്സസ്സായി. അത് തന്നെ എനിക്കിനി അടുത്തായിട്ട് സാറോട് ചോദിക്കാനുള്ളത്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ? ഏതൊരു ബിസിനസ്സിലും ഒന്നല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരൊക്കെ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ ഈ ബിസിനസ് ലൈനിലുള്ള. അങ്ങനെ എന്താണ് ബിസിനസ്സിനെ കുറിച്ച് ബിസിനസ് ലൈനിലേക്ക് സാറ് വരാനുള്ളൊരു സാധ്യത? കാരണം എന്താണ്? ഇല്ല, ഫാമിലി ആയിട്ട് തുടങ്ങിയ ബിസിനസ് അല്ല ഇത്. ഞാനായിട്ട് തുടങ്ങിയ ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരനായിരുന്നു. ഓക്കെ. ഞാനും എന്താ പറയുക, പഠിത്തത്തിന് ശേഷം കൂടുതലും ഈ ഒരു ബിസിനസ്സിനോട് തന്നെയാണ് താല്പര്യം. പക്ഷെ അത് മലഞ്ചരക്ക് ഫാദറിൻ്റെ ബിസിനസ്സോടായിരുന്നില്ല. പക്ഷെ എങ്ങനെയോ ഞാൻ പഠിച്ചത് ഫാബ്രിക്കേഷനാണ്. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു വർക്ക് തന്നെ അങ്ങനെ വന്നപ്പോൾ അത് ചെയ്ത് തുടങ്ങി. പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു പാഷനായിട്ട് പിടിച്ചു. ഓക്കെ. അങ്ങനെ എത്തി. ഈ സോഫ്റ്റ്വെയർ രംഗത്ത് സാധാരണ എല്ലാവരും മെഷീൻ വെച്ചാലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അധികം കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയറിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് പരമാവധി ആക്യുറസി, അല്ലേ, ആക്യുറസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഞാൻ കാണുന്ന ഒരു കട്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും മെഷീനുകൾ ചെയ്യുന്ന ഡയമണ്ട് കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അത്തരമൊരു, അത് ഗൾഫിൻ്റെ സ്വാധീനമാണോ? അല്ല 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 നമ്മൾ മെഷീനറി ഇറക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ദിവസം നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തന്നെ. നിലവിലുള്ള മാർക്കറ്റിലുള്ള സോഫ്റ്റ്വെയറുകളും അതുകൂടാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യിച്ച സോഫ്റ്റ്വെയറുകളാണ്. അതിൽ നിന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾക്ക് മാക്സിമം ഈ അവരുടെ ബുദ്ധി ഉപയോഗിക്കാതെ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റി വർക്ക്, അതേപോലെ തന്നെ ക്വാളിറ്റി, ഇത് രണ്ടും നമുക്ക് മാക്സിമം വോളിയം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഈ സെയിം മേഖലയിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും മേഖലയിലേക്ക് കൈവയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ സെയിം മേഖല തന്നെ ഒരു സൗദി അറേബ്യയിൽ നമ്മൾ ഈ പ്രൊജക്ട് ഏകദേശം 90% ആയി കംപ്ലീറ്റ് ഫാക്ടറി. ഇതുപോലെ തന്നെ ഫാക്ടറി സെയിം. പിന്നെ ഉള്ളത് നമ്മൾ അടുത്തത് ഉദ്ദേശിക്കുന്ന ടൂറിസത്തിലേക്കാണ്. അത് ഓൾറെഡി 2 year ആയിട്ട് നമ്മളത് ഒരു റിസോർട്ട് നമ്മൾ ചെയ്തു, സക്സസ് ആണ്. എന്താ പേര്? പാർലാക്ക്. അതെവിടെയാ? കൊടുങ്ങല്ലൂർ തന്നെ എസ്എംറത്തിനടുത്ത് വള്ളിവട്ടം പ്രദേശത്ത്. അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ആയിരുന്നു, അത് സക്സസ് ആയി. ഇനി അടുത്തത് നമ്മൾ ഈ തൃശ്ശൂരിൽ തന്നെ സ്നേഹതീരം ബീച്ചിൽ നമ്മൾ പ്രോപ്പർട്ടി ലാൻഡ് എടുത്തു കഴിഞ്ഞു. ശരി. അവിടെ ഒരു റിസോർട്ടിന് പ്ലാൻ ചെയ്യുന്നു. വയനാട്, മൂന്നാർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ പുറത്തോട്ടും നമ്മൾ ബഹ്റൈൻ, മസ്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വൈഡായിട്ടുള്ള ഒരു വെർട്ടിക്കൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഇനി അഡ്വാൻസ് നേരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് അധികം വൈകാതെ റിസോർട്ടിൻ്റെ കവർ ചെയ്യാനും ഞങ്ങൾ എത്തുന്നതായിരിക്കും. കടുകുമണി അവിടെ എത്തും എന്നുള്ള ആശംസകളും അതോടൊപ്പം തന്നെ ഞങ്ങൾ എത്താം, സഹകരിക്കാം എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഫാക്ടറിയെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണോ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ഒന്ന് പറയാമോ? ഇവിടുത്തെ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറുകളെ കുറിച്ചും മെഷീനറികളെ കുറിച്ചും എല്ലാം ഇവിടുത്തെ ടെക്നിക്കൽ ഹെഡായിട്ടുള്ള ഷിനാസ് നിങ്ങൾക്ക് ഈ ഫാക്ടറിയെ കുറിച്ച് എല്ലാം പരിചയപ്പെടുത്തി തരും. ഓക്കെ. സോ താങ്ക് യു വെരി മച്ച് സർ. എന്തായാലും വളരെ അത്ഭുതപ്പെടുത്തുന്നു താങ്കളുടെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റി. അവിടെ തീരുന്നില്ല, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരുപാട് പേർക്ക് അത്താണിയാവുന്നു. ഞാൻ കണ്ടു ഇവിടുത്തെ മനുഷ്യരുടെ സ്നേഹവും അവർ ഒരു സഹോദരനെ പോലെ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ വളരെ വിരളമായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഹാർട്ട് ടച്ചിങ് ആണ്. ഇനിയും മുന്നോട്ട് പോകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മകൾ നേരും. നന്ദി. ഷിനാസ്, നമ്മൾ ഈ ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഈ ഓഫീസിലാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതായത് കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഡിസൈനിങ്ങും ആൻഡ് മെഷീനുകളുടെ ഡാറ്റ ആൻഡ് കംപ്ലീറ്റ് പ്രോസസ്സിങ് ഇവിടെയാണ് നടക്കുന്നത്. സോ ഫസ്റ്റ് ക്യൂ മേക്കർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊട്ടേഷൻ നൽകും. ഒരു കസ്റ്റമർ ആൾക്കൊരു വീട് 4 BHK വീടുണ്ട്, ആളൊരു വിഷനായിട്ടാണ് വരുന്നത്. സോ ആ വിഷനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കൊരു നല്ലൊരു ഡിസൈൻ നമ്മളിവിടെ സജസ്റ്റ് ചെയ്യും. കാരണം കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ ഇത്രയും എക്സ്പീരിയൻസിൽ നമ്മൾ കുറെ കണ്ടീഷൻസ് ഞാൻ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങൾ, സ്പേസുകൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നമ്മളൊരു 3D ഡിസൈൻ ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കും. അത് ഓക്കെ തന്നെ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡ്രോയിങ് സോഫ്റ്റ്വെയറിലേക്ക് ഈ 2D നമ്മൾ വരയ്ക്കും. അത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പ്രോസസ്സ് ഫിനിഷ് ആയി. ആ വരച്ചു കഴിഞ്ഞാൽ ഡാറ്റ നമ്മൾ ഡയറക്റ്റ്ലി മെഷീനിലേക്ക് പോവുകയാണ്. ആൻഡ് ഇനി ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓൾറെഡി ഇന്റീരിയർ ഫേം റൺ ചെയ്യുന്നതായിരിക്കും. അതിന്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ടിങ്ങും ഇതുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവർ ഡിസൈനിങ്ങിൽ ബെസ്റ്റ് ആയിരിക്കും. അവരെന്ത് ചെയ്യും, ആ ഡിസൈൻസ് നമുക്ക് തരും. ആ ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് വീണ്ടും മെഷീനിലേക്ക് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സംരംഭകരും നമ്മുടെ കൂടെ ഉള്ളത് തന്നെ അത്രയധികം നമുക്ക് ഇന്റീരിയർ പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ മെഷീനറികളെ ഓരോന്നായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ഓരോ മെഷീനറികളും എന്ത് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷനാസ് ആണ്. ഷനാസ് സത്യത്തിൽ ഇവിടുത്തെ IT സെക്ടറിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിൽ പോലും ഈ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട A to Z എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഷനാസിനുണ്ട്. ഷനാസിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ മെഷീൻ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കസ്റ്റമർ ഒരു കളർ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു, അതായത് പ്ലൈവുഡോ MDF ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. സോ ആ ഡിസൈഡ് കളറിൽ നമുക്ക് ഈ മെറ്റീരിയൽ കസ്റ്റമേഴ്സ് കൊടുക്കാനായിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ പ്ലൈവുഡ് സെലക്ട് ചെയ്തു, ഈ ഒരു കളറും സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ പ്ലൈവുഡിൽ മേലെ D3 എന്ന് പറഞ്ഞ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ മൈക്ക ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു മെഷീനിൽ 50 to 100 ടൺ പ്രഷറിൽ നമ്മളൊരു 12 hours ആണ് നമ്മൾ ഇടുന്നത്, 6 hours മതി. ആ 12 hours നമ്മൾ ഈ പ്രഷറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കളറ് കറക്റ്റായിട്ട്, അതായത് പക്കയായിട്ട് ഇതിൽ ഒട്ടിയേക്ക്, ഇതിൽ നിന്ന് പോവില്ല. സോ ഈ മെറ്റീരിയലിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ആ കളേർഡ് ഡിസൈഡ് ആയിട്ടുള്ള കളേഴ്സും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇതിലിപ്പോൾ പറഞ്ഞല്ലോ 50 ടൺ മുതൽ 100 ടൺ വരെയുള്ള പ്രഷർ നമ്മൾ കൊടുക്കുന്നു, 6 മണിക്കൂർ ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഏകദേശം എത്ര ഷീറ്റ് വെക്കാൻ പറ്റും, എത്ര മണിക്കൂർ വരെ പരമാവധി ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? നമുക്കൊരു 40 ഷീറ്റാണ് ഇതിൽ വെക്കാൻ പറ്റുക.
അതൊരു 6 hours ആണ് മിനിമം വേണ്ടത്. പക്ഷെ നമ്മൾ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 12 hours-ൻ്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ഷീറ്റുകൾ ഫുള്ളായിട്ട് വെക്കുന്നതിലൂടെ പ്രഷർ കറക്റ്റായിട്ട് എല്ലാത്തിലും അപ്ലൈഡ് ആവും. അല്ലാണ്ട് ഒരെണ്ണത്തിൽ പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല. പക്ക പ്രഷറുണ്ട്. ആൻഡ് 4 cylinder വരുന്നതിലൂടെ തന്നെ പക്കയുടെ പ്രഷർ എല്ലായിടത്തും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഇത് നമ്മുടെ പശയുമായി ഒട്ടിച്ചേർന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. പക്കയുടെ ഒട്ടിയിട്ടുണ്ട്. ഒരു വളവോ തിരിവോ ചെരിവോ ഒന്നുമില്ല, ഒരു ബബിളോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്കയായിട്ട് 4 സൈഡ് ഒട്ടിയിട്ടുണ്ട്. എത്ര കാലം വേണമെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ അല്ലേ? അത് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടിയും കൂടി ഉണ്ട്. അതിലും ഓൾറെഡി ഇത് ചെയ്തു വരുന്നുണ്ടല്ലേ നമ്മുടെ? അതായത് ഇത് കട്ട് ചെയ്ത പീസാണ്. സോ അതുകൊണ്ടാണ് സ്റ്റിക്കർ വന്നിരിക്കുന്നത്. ശരിക്കുള്ള പീസിൽ സ്റ്റിക്കർ വരത്തില്ല. ഇത് കട്ട് ചെയ്ത് വന്ന പീസ് ആയതുകൊണ്ട് പ്രോസസിങ് കഴിഞ്ഞ പീസ് ആയത്. അതെ. ഇത് പ്രോസസിങ് കഴിഞ്ഞ് അണ്ടർ പ്രോസസിംഗ് ആണ്. ഇനി ബോറിംഗ് ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ശരി അടുത്തതിൽ പറയാം. ഓക്കെ, അടുത്ത മെഷീൻ്റെ അടുത്തോട്ട് പോകാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ മെഷീൻ്റെ അടുത്തെത്തി. ഇത് നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിയ മെഷീനാണ് അല്ലേ? എന്താണ് ഇത്? ഏതാണ് ഈ മെഷീൻ? ഇതിന്റെ പേരെന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ബീംസോ. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്തു, ആ പരിപാടി കഴിഞ്ഞു. ആ ഡാറ്റ ഈ മെഷീനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. ഈ ഫുള്ളി ഓട്ടോമാറ്റിക് ബീംസുകൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലേഡ് ഡയമണ്ട് എഡ്ജ് ഉള്ളതാണ്. അപ്പോൾ കട്ടിങ്ങിൽ യാതൊരു ആക്യുറസി കുറവുകൂടെ വരുത്തുന്നില്ല. പക്ക കട്ടിങ് ആയിരിക്കും. എൻ്റെ ആ ഫയൽ ഞാൻ മുകളിൽ നിന്നുള്ള ഫയല്, ഇതാണ് മുകളിൽ നിന്നുള്ള ഫയല്. ആ ഫയൽ ഞാൻ ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഷീറ്റ്, ഈ ഷീറ്റിന്റെ എന്താണ് കട്ടിങ് നടക്കം ഇതിൽ ഫുള്ളി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഒരു ഫുൾ ഷീറ്റ് വെച്ച് കൊടുത്തു. അതെ, ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്ത് തിരിച്ചു വരും. അതെ. ഇതെന്ന് വെച്ചാൽ ഈ ഷീറ്റിൽ ഈ പീസ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കൂടുതലുള്ള പീസ് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യും, എങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഈ സൈഡാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. ഈ ആനിമേഷൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ യാതൊരു എററോ മിസ്റ്റേക്കോ ഒന്നും വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വരുന്നത്. അത് കൂടാതെ തന്നെ ഇത് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ്, അതായത് കട്ടിങ് പീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷീറ്റിലേക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റിക്കർ വരും, ബാർകോഡ് വെച്ചിട്ട്. അപ്പോൾ ആ സ്റ്റിക്കർ നമ്മൾ എന്ത് ചെയ്യും, ആ ഫിനിഷ് ചെയ്ത പീസിൽ ആ സ്റ്റിക്കർ നമ്മൾ വെച്ച് കൊടുക്കും. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് മൊത്തം ഈ സ്റ്റിക്കർ നോക്കിയിട്ടാണ് പോവുക. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഏകദേശം ഒരു ഫസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒന്ന് അറേഞ്ച് ചെയ്യല്. അപ്പൊ ഇതിൽ യാതൊരു വിധ മിസ്റ്റേക്കോ ഒരാളിൽ നിന്ന് വരുന്നില്ല. ഷീറ്റിന് വേസ്റ്റേജും വരുന്നില്ല. പക്കയായിട്ട് കട്ടിങ് കഴിഞ്ഞാൽ ആ പീസ് പോയി. അപ്പോൾ ഫീൽഡിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തേറിടേണ്ടതോ അതുവരെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും. കറക്റ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ അളവും അതിൻ്റെ സൈഡും നമ്മുടെ മുകൾ വശം ഏതാണ്, താഴ്വശം ഏതാണ്, സൈഡുകൾ ഏതാണ്, അതിൻ്റെ കൃത്യമായി എവിടെയാണ് സ്ക്രൂ വരുന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള ബാർകോഡിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ബാർകോഡിനെ ആസ്പദമാക്കി മറ്റെല്ലാ മെഷീൻസിലും നടക്കും. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ. അതെ. ഇതിന്റെ ബ്ലേഡ് എന്ന് വെച്ചാൽ ഡയമണ്ട് എഡ്ജ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ അത് കാരണം ഡയമണ്ട് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ആ ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസം വരാൻ പാടില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പീസ് ഇങ്ങനെ വെച്ചു, ഒരു മില്ലിമീറ്റർ വ്യത്യാസം വന്ന് നിങ്ങൾ ആലോചിക്കും വരും. അപ്പൊ ഇതിങ്ങനെ പീസ് കംപ്ലീറ്റ് ആ ബോക്സ് തന്നെ കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പ്രിസിഷൻ വേണം. ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പ്രിസൈസ്ഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഡയമണ്ട് എഡ്ജുള്ള ബ്ലേഡ് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ബ്ലേഡ് തന്നെ നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. ഇതെന്താ സംഭവം? നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇത് രസത്തിനല്ല, നമ്മുടെ ഒരു പീസ് ഇപ്പൊ വലിയൊരു ഷീറ്റ് ആയിരിക്കും പറ്റും. അപ്പൊ ഇത് തള്ളി നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ എയറും ഈ ബോളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം ഈ പീസ് വളരെ സ്മൂത്ത് ആയിട്ട്. അപ്പൊ ഇതിങ്ങനെ വളരെ ഇതായിട്ട് പൊക്കോളും. തള്ളി ബുദ്ധിമുട്ടുണ്ട്. അതെ. ആ പീസ് ഒന്ന് എടുത്ത് ഇവിടെ വലിയ ഷീറ്റ്, ഇപ്പൊ വലിയ ഷീറ്റ് കാണുന്ന പോലെ വലിയ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാൻ പറ്റും. അപ്പൊ അവിടെ എത്താത്ത പ്രശ്നമോ അല്ലെങ്കിൽ അവിടെ തള്ളിയ പോരാത്ത പ്രശ്നമോ ഇങ്ങനെ ഇത് സ്ട്രോങ് ലേബർ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സംവിധാനത്തിൽ. ഗുഡ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഫാക്ടറിയിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ മെഷീനാണോ അല്ലേ? അതെ. ലെങ്ത് വൈസിലും നിങ്ങൾക്ക് ഇത്രയും. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കട്ടിങ് ചെയ്തു. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതിന്റെ ഒരു എഡ്ജ് കണ്ടോ, റഫ്നെസ്. 4 എഡ്ജും ഇത് ബാൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഈ 4 എഡ്ജും കവർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എഡ്ജ് കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് പീസ് അതായത് പ്രൊട്ടക്റ്റഡ് ആവും. എല്ലാ വർഷവും വെള്ളം കയറാതെയും ചെതല് കയറാതെയും ഇരിക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ആൻഡ് ഇത് എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടും കൂടിയാണ്. കാരണം വെച്ചാൽ ഇത് റഫ്നെസ്സും എഡ്ജൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സംവിധം ഇതില് ഇട്ട് കഴിഞ്ഞാൽ, ഇതിലെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഇതിന്റെ എഡ്ജ് ബാൻഡ് അടിച്ചിട്ട് വരും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡ് മെഷീനാണ്, KDT തന്നെ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി അടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് വരും. അതാണ് നമ്മൾ ഇവിടെ
ഇവിടെ ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ അതെ അറ്റത്ത് ചെല്ലുമ്പോഴേക്കും ഈ വശം മൊത്തം ബാൻഡ് ചെയ്തിട്ടുണ്ടാവും. അതെ, ഈ വശം മൊത്തം ബാൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വരും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പർപ്പസ്. അതുപോലെ 4 വശവും ചെയ്യും. 4 വശം. അപ്പോൾ ഇവിടെയും കവേർഡായി ഇവിടെയും കവേർഡായി ഈ 4 വശം കവേർഡ്. ഓക്കെ. അപ്പൊ നമ്മളെ പീസിന്റെ കംപ്ലീറ്റ് എന്താ പറയാ ഒരു ഏകദേശ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബാൻഡിങ് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് മാത്രമേ ബാൻഡിങ് ഉള്ളൂ. അതുകൂടാതെ തന്നെ ഇത് ഏത് ബാൻഡ് ആണ് വെക്കേണ്ടതെന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നീഷ്യൻ എന്താ ചെയ്തേക്കണം, ഈ സൈഡ് മാത്രം ബാൻഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി 3 സൈഡും ബാൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്ക് ആലോചിക്കേണ്ടതോ ഒരു എററോ അവിടെ വരുന്നില്ല. പക്ഷേ ഇനിയൊരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്, അത് അടുത്ത മെഷീനിലാണ്. ആയിക്കോട്ടെ ഷിനാസ്, അപ്പോൾ നമ്മൾ മറ്റൊരു മെഷീൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ഇത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ കണ്ട മെഷീനുകളായിട്ട് ഒരു സാമ്യമില്ലാത്ത വേറൊരു മെഷീൻ. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടും പക്ഷേ വലിയൊരു കർത്തവ്യമാണ് നിർവഹിക്കുന്നത്. അത് ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണക്ഷൻസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ പീസ് വന്നിട്ടുണ്ടല്ലോ, ഓക്കെ, ഈ പീസ് ഞാനിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസിന്റെ എന്തൊക്കെയാണ് വർക്ക്, അതായത് ഇതിനെവിടെയൊക്കെ ഹോൾ ഇടണമെന്ന്. ഹോൾ എന്ന് ഉദ്ദേശിച്ച് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കബോർഡ് ഉണ്ടെന്ന് വെക്കാം, ഇങ്ങനത്തെ ഒരു കബോർഡ്. ഈ 2 കബോർഡ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നാൽ മാത്രമേ ഒരു കബോർഡ് ഹോൾ. ആ ജോയിനിങ്ങിന്റെ ഹോൾ ഇടണം. പിന്നെ ഇതിന്റെ ബാക്ക് പാനൽ വരയ്ക്കുന്നതാണ് ഈ മെഷീന്റെ ഒരു ജോബ്. അതായത് നമ്മുടെ ഉളി വെച്ച് തുളച്ച് പണ്ട് സ്ക്രൂ ചെയ്ത് കയറ്റിയിരുന്ന സാധനം ഇപ്പൊ മെഷീനിൽ നമുക്ക് ചെയ്യാം. അതെ, ഓക്കെ. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതില് നമ്മള് മിനിഫിക്സും ഡൗവലും. ഇതാണ് മിനിഫിക്സ്. അതെ, ഓക്കെ. ഇത് മിനിഫിക്സ്, ഇത് ഡൗവല്. ഓക്കെ. ഇത് വെച്ചിട്ട് ഈ പാനൽ ഇതിന് മുമ്പിൽ കയറ്റി വെച്ച് സ്ക്രൂ ചെയ്യാണ് പരിപാടി. ഓക്കെ. അപ്പൊ നിങ്ങളെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ മനുഷ്യന്മാർ ഇട്ട് കഴിഞ്ഞാൽ ഈ പാനൽ ഇങ്ങനെ ചെരിഞ്ഞ് ഇച്ചിരി ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ തട്ട് മൊത്തത്തിൽ മാറും, ഷേപ്പ് മൊത്തം മാറും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇവിടെ നിന്ന് ഞാനൊരു താഴേക്ക് വെച്ചു, കണ്ടാ ചെരിഞ്ഞു, ഒരു ഗ്യാപ്പ് കണ്ടോ? അപ്പൊ അതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം. ഇതാകുമ്പോൾ ആക്യുറേറ്റ് ആയിരിക്കും. അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ അവിടെ ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഇത് ഞാൻ സൈറ്റിൽ കൊണ്ടുവന്ന് അവിടെ ചെല്ലുന്നു, ഇത് വെക്കുക, ഇതിവിടെ ഫിക്സ് ചെയ്യുന്നു, പരിപാടി ഫിക്സ് ചെയ്ത സംഭവം അതെ ക്ലീൻ ആയിട്ട് സ്കൈൽ വെച്ച പോലെ. ഓക്കെ, ഗുഡ്. അതിൽ യാതൊരു എന്താ പറയാ ചെരിവോ ആ ഒരു മെഷർമെന്റ് മാറലോ അങ്ങനെ ഒന്നും. ഇത് ഡൗലും ഈ മിനിഫിക്സും സെറ്റ് ചെയ്യാനുള്ള ഹോളുകൾ ഫിക്സ് ചെയ്ത് തരിക. അതെ, ഈ മെഷീന്റെ ജോലി. അത് കൂടാതെ തന്നെ നമുക്കിപ്പോ ഒരു ബോക്സിൽ ഇപ്പോ ബാക്കിൽ പാനൽ വെക്കേണ്ട ഒരു ഗ്രൂ ഇടല്, കൂടാതെ തന്നെ ഇപ്പൊ ഒരു റൗണ്ട് കട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് CNC ടൈപ്പ് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണം നമുക്ക് ആ സോഫ്റ്റ്വെയറിലെ ഡ്രോയിങ് അനുസരിച്ചിട്ട് ആ ഒരു പോർഷനൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട്. ചതുരം മാത്രം എന്നുള്ള പ്രശ്നമില്ല, നമുക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം. അതെ, അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഫാക്ടറിയിലുള്ള എല്ലാ യന്ത്രങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു, അതിൻ്റെ ഫങ്ഷൻസ് പരിചയപ്പെട്ടു, അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ അവസാനം എത്തിയിരിക്കുന്ന യന്ത്രങ്ങളില്ലാത്ത മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരിടത്താണ്. നിരനിരയായിട്ട് ഓരോ ലോട്ടുകളായിട്ട് സാധനങ്ങൾ കിടക്കുന്നു, ഇവിടെ ഓരോന്നോരോന്നിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയും മനുഷ്യരോടൊപ്പം ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ഇത് ആദ്യം ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പീസ്, ഒരു കസ്റ്റമർ ഇപ്പോൾ നിങ്ങൾ കുറേ പീസസ് ആയിട്ട് കണ്ടേക്കണം, ഇതൊക്കെ എവിടെയാണ് കൃത്യമായി എവിടെയെന്ന് ഫിക്സ് ചെയ്താൽ മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കളർ മാറിപ്പോലും. അപ്പോൾ സൈറ്റിലായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് വിടുമ്പോഴായാലും ഈ പീസ് എവിടെ നിന്നാണ് വെക്കേണ്ടത് എന്ന് കൃത്യമായി മാർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ അതിലാദ്യം പറയുന്നതിലൂടെ തന്നെ ഫസ്റ്റ് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഇവർ വേറെ ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ട് ഓരോ സെക്ഷനായിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ സൈറ്റിലെത്തുമ്പോൾ ഇവർക്ക് ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഇത് എവിടെ വെക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരു പീസോ മിസ്സാവാൻ പാടില്ല എന്നൊരു നിർബന്ധം നമുക്കുള്ളതുകൊണ്ട് തന്നെ കൃത്യമായി അത് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും കൂടി ഒരു ചെക്കിങ് ഇവിടെ നടത്തിയിട്ടാണ് നമ്മളിവിടെ നിന്ന് വിടുന്നത്. സോ അതിലൂടെ കസ്റ്റമർക്ക് ബെസ്റ്റ് പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റും കൃത്യമായിട്ട് എവിടേക്ക് വെക്കേണ്ടതെന്ന് അടക്കമുള്ള ഡീറ്റെയിൽസ് അടക്കം നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ 2 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ വേറെ കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരില്ല. കൂടാതെ തന്നെ ബബിൾ റാപ്പ് ആയതുകൊണ്ട് തന്നെ ദീർഘദൂരം ട്രാവൽ ചെയ്യാനായാലും ഇതിൽ സ്ക്രാച്ചസ് വരാണ്ടിരിക്കാൻ തന്നെ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ഇവിടുന്ന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ മറ്റേ പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെ പീസ് എവിടെയെന്ന് കൃത്യമായിട്ട് ഇതിന് പറയാൻ കഴിയും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, സാധാരണഗതിയിൽ ഒരു വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആ പണിയുന്നവൻ അനുഭവിക്കുന്ന വലിയൊരു ടെൻഷനുണ്ട്, എങ്ങനെ ഏറ്റവും വൃത്തിയിൽ ഇത് അവസാനിപ്പിക്കാമെന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദനയായിട്ട് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഇൻറ്റീരിയർ. അത്രയും വളരെ നല്ല രീതിയിൽ വീട് പണിത്, പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അത് മനോഹരമാകേണ്ടത് എല്ലാവരുടെ വലിയ സ്വപ്നമാണ്.
പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ സംവിധാനങ്ങളെയും ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ മെഷീനറിയും ഒക്കെ പരിചയപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സിനെ ആശ്രയിക്കാം. കാരണം അവർക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിച്ച് തരാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയ ഒരു ഉറപ്പാണ്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ വീണ്ടും ഈ സ്ഥലം ഒന്ന് ഓർമ്മപ്പെടുത്തിട്ട്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ സ്ഥാപനം, ബ്രില്യൻസ് ഇൻറ്റീരിയേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റീരിയർ പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇവരെ സമീപിക്കാം. അവർ നിങ്ങളെ സഹായിക്കും. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ തന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.